എംഎൽഎ വലിയ കാര്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് വലിയ ഹോഷമായിരുന്നു, ഇവിടെ വലിയ പരിപാടികളായിരുന്നു. സാർ 800 കോടിയാണ് എ സി റോഡിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചത്. എന്താ റൂം ഫോർ റിവർ എന്ന് പറയുന്ന സംവിധാനം കണ്ടുപിടിക്കാൻ വേണ്ടി കോട്ടിട്ട് പിണറായി വിജയനും അമ്മോച്ചനും മരുമോളും എല്ലാം കൂടെ ലണ്ടനിൽ പോയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന പരിപാടിയാ. ഏത് 800 കോടി ജനീഷ് പറഞ്ഞതിലേക്ക് ഞാൻ പ്രത്യേകം വരാം. ഞാൻ ചെറിയൊരു ഇടവേള എടുക്കട്ടെ വസന്ത. ഞാൻ അല്ലല്ല വസന്തിനെ മറുപടി വരും. അല്ലല്ല അങ്ങനെ ഒരു ചട്ടക്കൂട ഉണ്ടാക്കിയിട്ട് ആ റിങ്ങിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എനിക്കതിന് സൗകര്യം ഉണ്ടാവില്ല. ഞാനൊരു ഇടവേള എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. എ സി റോഡ് എന്ന് പറഞ്ഞ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇടവേള എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. എ സി റോഡ് എന്ന് പറഞ്ഞ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പ്രളയത്തിൽ വെള്ളം കേറില്ല എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് 48 മണിക്കൂറത്തെ മാത്രം ഫ്ലഡ് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം 2018 പറ്റി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ താരതമ്യേന കുറഞ്ഞൊരു മഴ പെയ്തിട്ട് ഈ എ സി റോഡിൽ 800 കോടി കൊണ്ടുപോയി തൊലച്ച എ സി റോഡിൽ ആരാണ് സാർ, എങ്ങനെയാണ് സാർ വെള്ളം കയറിയത്? ആ എ സി റോഡിന്റെ 800 കോടി ആരാണ് സാർ കൊണ്ടുപോയി പുട്ടടിച്ചത്? ഏത് വെള്ളാടിയാണ് സാർ തിന്നത്? ഏത് ഗവൺമെന്റിന്റെ കാലത്താ? അങ്ങനെ തുടങ്ങി 1, 2, 3 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് ഉത്തരം പറയാതിരുന്നിട്ട് കാര്യമില്ല.